ഹായ് ഹലോ. ഇന്ന് നമ്മുടെ രണ്ടാമത്തെ ക്ലാസ്സിലേക്ക് കിടക്കുകയാണ്. അതിനു മുമ്പായി ചെറിയ ടിപ്സുകൾ നിങ്ങളോട് പറയുകയാണ്. അതായത് ഇവിടെ നമ്മുടെ വീട്ടിലെ ചെറിയ കുട്ടികൾ പോലും മലയാളം ഭംഗിയായി സംസാരിക്കുന്നത് നമ്മൾ കണ്ടിട്ടുണ്ടാവും. ഇതൊന്നും അവരെ ആരെങ്കിലും പഠിപ്പിച്ചിട്ടല്ല അവർ ഇത്തരം കാര്യങ്ങൾ നന്നായിട്ട് പറയുന്നത്. കാരണം അവരുടെ ചുറ്റുപാടുള്ള ആളുകൾ സംസാരിക്കുന്നത് കേട്ട് മനസ്സിലാക്കി, അവരുടെ വീട്ടിലുള്ള കാര്യങ്ങളൊക്കെ കേട്ട് മനസ്സിലാക്കിയാണ് അവരത് പഠിക്കുന്നത്. അതുപോലെ തന്നെ ആണ് നമ്മൾ ഏതൊരു ഭാഷയും അല്ലെങ്കിൽ മറ്റേതൊരു കാര്യവും നമ്മൾ സ്വായത്തമാക്കുന്നത് നമ്മുടെ ചുറ്റുപാടിൽ നിന്നാണ്. അപ്പോൾ നമ്മൾ ഏത് കാര്യമാണോ പഠിക്കാൻ ആഗ്രഹിക്കുന്നത് അത്തരം കാര്യങ്ങളുമായി നമ്മൾ അടുത്ത് ഇടപഴകാനും അത് മനസ്സിലാക്കാനും ശ്രമിച്ചാൽ നമുക്ക് അനായാസം എത്ര പ്രയാസമുള്ള കാര്യങ്ങളും നേടിയെടുക്കാൻ കഴിയും. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ആയിട്ടുള്ള റിസോഴ്സുകൾ, നിങ്ങളുടെ ചുറ്റുപാടും കാണുന്ന റിസോഴ്സുകൾ നമ്മുടെ ഈ പഠനത്തിന് വേണ്ടി, ഇംഗ്ലീഷ് പഠനത്തിന് വേണ്ടി നിങ്ങൾ ഉപയോഗിക്കണം. അത് നമുക്ക് സോഷ്യൽ മീഡിയയിലൂടെ ആണെങ്കിലും അല്ലെങ്കിൽ നമ്മുടെ ചുറ്റുപാടിൽ നിന്ന് കേൾക്കുന്ന കാര്യങ്ങളാണെങ്കിലും ന്യൂസിൽ നിന്നാണെങ്കിലും ഒക്കെ നമ്മളത് പഠിക്കാൻ ശ്രമിക്കണം. ആദ്യമായി നമുക്ക് വേണ്ടത് ഒരു കോൺഫിഡൻസ് ആണ്. ഇതെനിക്ക് കഴിയും എന്നുള്ളൊരു കോൺഫിഡൻസ് ആണ്. പല ആളുകൾക്കും ഇല്ലാത്തൊരു കാര്യം, ഞാൻ അത് പഠിച്ചാൽ ശരിയാവില്ല, അത് ശ്രമിച്ച ബുദ്ധിമുട്ടാണ്, അങ്ങനത്തെ ഒരു തോന്നല് വിചാരിച്ചിരിക്കുന്ന കുറേ ആളുകളുണ്ട്. അപ്പോൾ ആദ്യമായി വേണ്ടത് നമുക്ക് ഒരു കോൺഫിഡൻസ് ആണ്. എനിക്കത് സാധിക്കും, ഞാനത് ശ്രമിച്ചാൽ അത് കഴിയും എന്നുള്ളൊരു കോൺഫിഡൻസ് ഉണ്ടാവുകയും അതിനു വേണ്ടി കൂടുതലായി ശ്രമിക്കുകയും ചെയ്യുക. ചില ആളുകൾക്ക് ഒരു നെഗറ്റീവ് തോട്ട്സ് ആണ് ഉണ്ടാവുക, അത് നമ്മുടെ കോൺഫിഡൻസ് ലെവൽ കുറക്കും. അപ്പൊ നമുക്കത് കഴിയില്ല എന്ന് ഓൾറെഡി നമ്മൾ അങ്ങ് തീരുമാനിച്ചു വെച്ച് കഴിഞ്ഞാൽ പിന്നീട് നമുക്കത് കഴിയില്ല. അതുകൊണ്ട് അത്തരം കാര്യങ്ങളിൽ നിങ്ങൾ എന്ത് വേണം, ആദ്യം നിങ്ങളുടെ കോൺഫിഡൻസ് ലെവൽ ഉയർത്തുക. അതേപോലെ അതിനുവേണ്ടി നല്ല കഠിനാധ്വാനം ചെയ്യണം. അഷ്ടാന്തം പരിശ്രമിച്ചാൽ മാത്രമേ എന്ത് കാര്യങ്ങളും നേടിയെടുക്കാൻ കഴിയുള്ളൂ. നമുക്ക് അത്രയും ആഗ്രഹമുള്ള ഒരു കാര്യം നമുക്ക് എന്ത് ചെയ്യാൻ, നമ്മൾ അഷ്ടാന്തമായി നമ്മൾ ശ്രമിക്കുകയാണെങ്കിൽ അത് തീർച്ചയായിട്ടും നമുക്ക് കരസ്ഥമാക്കാൻ സാധിക്കും. കാരണം നമ്മുടെ നേറ്റീവ് ലാംഗ്വേജ്, ഉദാഹരണം പറയുകയാണെങ്കിൽ മലയാളം നമ്മൾ എങ്ങനെയാണോ സ്വായത്തമാക്കിയത് അതുപോലെ തന്നെ ഇംഗ്ലീഷ് എന്ന ഈ ഭാഷയെ നമുക്ക് സ്വായത്തമാക്കാൻ കഴിയും. അതിന് നിങ്ങളെ സഹായിക്കുന്ന ലളിതമായ ക്ലാസ്സുകളും പ്രവർത്തനങ്ങളുമാണ് ഈ ക്ലാസ്സിലൂടെ നൽകാൻ ശ്രമിക്കുന്നത്. ഗ്രാമർ പഠിക്കുക എന്നുള്ളത് പ്രയാസകരമായ ഒരു കാര്യമെന്നാണ് പലരും വിചാരിച്ചിരിക്കുന്നത്. എന്നാൽ ഒന്ന് ശ്രമിച്ചാൽ വളരെ ഈസിയായി നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന ഒന്ന് മാത്രമാണ് ഇത്. ഇന്ന് നമുക്ക് സിമ്പിളായ ഒരു കാര്യത്തിൽ നിന്ന് തുടങ്ങാം. ഹാസ്, ഹാവ് എന്നീ വാക്കുകൾ പഠിച്ചെന്ന് നമുക്ക് തുടങ്ങാം. അത് എങ്ങനെ ഉപയോഗിക്കാം എന്ന് നോക്കാം. അപ്പോൾ ഈ ഹാസ്, ഹാവ് എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ അർത്ഥം ഉണ്ട് എന്ന്. എൻ്റെ അർത്ഥം അതായത് പൊസഷനാണ് ഇതിൻ്റെ അർത്ഥം. അതായത് എനിക്കുണ്ട്, അവനുണ്ട്, നിനക്കുണ്ട്, നമുക്കുണ്ട് എന്നൊക്കെ പറയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇവിടെ ഹാവ് ഉപയോഗിക്കുന്നത്. ഈ ഹാസും ഹാവും ഉപയോഗിക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. അതായത് ഹാവ് എവിടെയാണ് യൂസ് ചെയ്യുന്നത്, ഹാസ് എവിടെയാണ് യൂസ് ചെയ്യേണ്ടത് എന്നൊക്കെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം. അപ്പോൾ ഒരു കാര്യം നമുക്കറിയാം. അപ്പോൾ ഒരു കാര്യം എവിടെയാണ് ഉപയോഗിക്കേണ്ടത്, അതിൻ്റെ ഉപയോഗിക്കേണ്ട പ്രാധാന്യം എന്താണ് എന്നൊക്കെ നോക്കി അത് ഉപയോഗിക്കാൻ കഴിയണം. അപ്പോൾ ഇവിടെ നമ്മൾ ഒരു കർത്താവ് അല്ലെങ്കിൽ സബ്ജക്റ്റ് പ്ലൂരലായി വരുന്ന സ്ഥലങ്ങളിൽ നമ്മൾ ഹാവ് ആണ് ഉപയോഗിക്കേണ്ടത്. അതായത് പ്ലൂരലായി വരുന്നത് എന്ന് പറഞ്ഞാൽ ദേ, വി പോലെയുള്ള വാക്കുകൾ. കൂടാതെ നമ്മൾ ബഹുമാനത്തിൽ പറയുന്ന ഐ, യു എന്നീ വാക്കുകൾ, അതായത് ഈ 4 വാക്കുകൾക്ക് ശേഷം ഹാവ് ആണ് ഉപയോഗിക്കുക. ഒന്ന് ഐ, യു, ദേ, വി. ഈ വാക്കുകൾക്ക് ശേഷം നമ്മൾ ഹാവ് ആണ്, ഉണ്ട് എന്ന അർത്ഥം വരുന്നതിന് നമ്മൾ ഹാവ് ആണ് ഉപയോഗിക്കേണ്ടത്. യഥാർത്ഥത്തിൽ ഐ, യു എന്നിവ സിംഗുലർ ആണ്. നമുക്കറിയാലോ, ഞാൻ, നീ എന്നുള്ള അർത്ഥത്തിലാണ് ഉപയോഗിക്കുന്നത്. എന്നാൽ ഐ, ഞാൻ, യു, നിങ്ങൾ, താങ്കൾ എന്നീ വാക്കുകൾ നമ്മൾ ബഹുമാന പുരസ്സരം ഉപയോഗിക്കുന്ന അല്ലെങ്കിൽ ബഹുമാനാർത്ഥം ഉപയോഗിക്കുന്ന വാക്കുകളാണ്. അതുകൊണ്ട് അതിൻ്റെ കൂടെയും ഹാവ് എന്നാണ് ഉപയോഗിക്കേണ്ടത്. അതുപോലെ ഹി, ഷീ, ഇറ്റ് അല്ലെങ്കിൽ ഒരാളുടെ പേര്, ഉദാഹരണം രാജു, അങ്ങനെ ഏതെങ്കിലും ആളുകളുടെ പേര് വന്നാൽ രമ്യ, അങ്ങനെ ഏത് പേരോ ആവട്ടെ, അങ്ങനെ ഒരാളുടെ പേരിന് ശേഷം നമ്മൾ ഹാസ് ആണ് ഉപയോഗിക്കുക. അതായത് കർത്താവ് സിംഗുലർ ആണെങ്കിൽ, ഒരാളാണെങ്കിൽ
അതിനുശേഷം നമ്മൾ ഹാസ് ആണ് ഉപയോഗിക്കുക. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് ഇത്രേ മനസ്സിലാക്കേണ്ടതുള്ളൂ. ഹി, ഷീ, ഇറ്റ്, അല്ലെങ്കിൽ ഒരാളുടെ പേര് രാജു, രമ്യ, അതേപോലെയുള്ള ഒരാളുടെ പേരിന് ശേഷം നമ്മൾ ഹാസ് ആണ് ഉപയോഗിക്കുക. ഉദാഹരണത്തിന് ഹി ഹാസ് എ കാർ, ഷീ ഹാസ് എ ബ്രദർ എന്നതുപോലെ നമ്മൾ അതിനുശേഷം ഹാസ് ആണ് ഉപയോഗിക്കുക. എന്നാൽ ഐ, യു, ദേ, വി എന്നിവ സബ്ജക്റ്റായി വന്നാൽ അതിൻ്റെ കൂടെ നമ്മൾ യൂസ് ചെയ്യുന്നത് ഹാവ് എന്നാണ്. ഐ ഹാവ് എ കാർ. അതായത് നമ്മൾ ഇത്രയെ ചുരുക്കി പറഞ്ഞത് ഹി, ഷീ, ഇറ്റ് പോലെയുള്ള സിംഗുലറിന് ശേഷം ഹാസ് എന്നും ഐ, യു, ദേ, വി എന്നീ പ്ലൂരലിന് ശേഷം, അതായത് ഐ, യു എന്നിവ ബഹുമാനിച്ച് പറയുന്നതാണ്, യഥാർത്ഥത്തിൽ അവ സിംഗുലറാണ്. അവയ്ക്ക് ശേഷം നമ്മൾ ഹാവുമാണ് ഉപയോഗിക്കുക. ഇത്രയേ ഉള്ളൂ ഇതിൽ മനസ്സിലാക്കേണ്ടതുള്ളൂ. അപ്പോൾ നമ്മൾ ഉദാഹരണമായിട്ട് പറയുകയാണെങ്കിൽ വി ഹാവ്, ദേ ഹാവ്, ഐ ഹാവ് എന്ന് പറയും. അതേപോലെ അതേസമയത്ത് സിംഗുലർ ആണെങ്കിൽ ഹി ഹാസ്, ഷീ ഹാസ്, സഞ്ജു ഹാസ് എന്നുമാണ് ഉപയോഗിക്കുക. അത്രയേ ഉള്ളൂ നമ്മൾ പറഞ്ഞതിൻ്റെ ചുരുക്കം. അതുപോലെ ഒരു സ്ഥലമാണെങ്കിലും നമ്മൾ ഹാസ് ആണ് ഉപയോഗിക്കുക. ഏതെങ്കിലും ഒരു സ്ഥലത്തിൻ്റെ കൂടെ ആണെങ്കിലും നമ്മൾ അത് ഹാസ് ആണ് ഉപയോഗിക്കുക. അതേപോലെ തന്നെയാണ് കുറച്ച് കൂടുതൽ എക്സാമ്പിൾ. നമുക്ക് കൂടുതൽ എക്സാമ്പിൾ ഐ ഹാവ് എ കാർ, ഹി ഹാസ് എ കാർ. ഇവിടെ വ്യത്യാസം മനസ്സിലായല്ലോ. ഐ എന്നുള്ളത് സിംഗുലർ ആണെങ്കിൽ അത് ബഹുമാനിച്ചുകൊണ്ട് പ്ലൂരൽ ആയിട്ടാണ് ഉപയോഗിക്കുക. അവിടെ ഹാവ് ഉപയോഗിച്ചു. ഹി എന്നുള്ളത് സിംഗുലർ ആണ്, അവിടെ ഹാസ് ഉപയോഗിച്ചു. രാജു ഹാസ് എ കാർ, രാജുവിനൊരു കാറുണ്ട്. ഇവിടെ രാജു എന്നുള്ളത് ഒരാളുടെ പേരാണ്, സിംഗുലർ ആണ്, അത് കൊണ്ട് നമ്മൾ അതിനുശേഷവും ഹാസ് ആണ് ഉപയോഗിക്കുക. അപ്പോൾ വളരെ സിമ്പിളാണ് ഈ കാര്യം. നിങ്ങൾക്കത് ക്ലിയർ ആയിട്ട് മനസ്സിലായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. അതായത് സബ്ജക്റ്റ് സിംഗുലർ ആണെങ്കിൽ അതിൻ്റെ കൂടെ ഹാസ് ആണ് നമ്മൾ ഉപയോഗിക്കുക. അതേസമയത്ത് സബ്ജക്റ്റ് പ്ലൂരൽ ആണെങ്കിൽ അതായത് ദേ, വി കൂടാതെ ബഹുമാനിക്കേണ്ട ഐ, യു എന്നിവയാണ് എങ്കിൽ അവിടെ ഹാവ് ആണ് ഉപയോഗിക്കുക. അത്ര മാത്രമേ ഇതിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമുള്ളൂ. ഹി ഹാസ് എ സിസ്റ്റർ എന്ന് പറഞ്ഞാൽ നമുക്ക് എന്ന് ഊഹിക്കാമല്ലോ. അവിടെ ഹി എന്നുള്ളത് സിംഗുലർ ആണ്, അതുകൊണ്ട് ഹാസ് ആണ് ഉപയോഗിച്ചത്. പിന്നെ ചില സ്ഥലത്ത് എന്തുകൊണ്ടാണ് ഹി ഹാസ് എ കാർ, അവിടെ എന്താണ് എ വന്നത് എന്ന് ചിലർക്ക് സംശയം ഉണ്ടാവും. നമുക്ക് ഇങ്ങനെ പറഞ്ഞാൽ പോരെ, ഹി ഹാസ് കാർ എന്ന് പറഞ്ഞാൽ പോരെ, എന്തിനാണ് ഹി ഹാസ് എ കാർ എന്ന് പറഞ്ഞത് എന്തിനാണ് എന്ന് ചിലപ്പോൾ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവും. ഇവിടെയാണ് നമ്മളിവിടെ കൗണ്ടബിൾ നൗൺ, ഇപ്പൊ സിസ്റ്റർ, കാർ എന്നൊക്കെ പറയുന്നത് കൗണ്ടബിൾ ആണ്, നമുക്ക് എണ്ണി തിട്ടപ്പെടുത്താൻ കഴിയുന്നവയാണ്. അതുകൊണ്ട് തന്നെ അത്തരം വാക്കുകൾക്ക് മുമ്പിൽ എ ചേർക്കണം. അപ്പോൾ നമ്മൾ എങ്ങനെ പറയും? ഹി ഹാസ് എ കാർ, ഹി ഹാസ് എ കാർ, ഹി ഹാസ് എ ബൈക്ക്, ഹി ഹാസ് എ സിസ്റ്റർ, രാജു ഹാസ് എ കാർ എന്ന് നമ്മൾ പറയണം, എന്ന് തന്നെ ഉപയോഗിക്കണം. എന്നാൽ മാത്രമേ ആ സെന്റൻസ് ശരിയാവുകയുള്ളൂ. ഹി ഹാസ് ബൈക്ക്, ഹി ഹാസ് സിസ്റ്റർ എന്നിങ്ങനെ പറഞ്ഞാൽ അത് ശരിയാവുകയില്ല. അവിടെ കൗണ്ടബിൾ നൗൺ ആണ്. കൗണ്ടബിൾ നൗൺ ആകുമ്പോൾ എന്തായാലും ഒരു എ ചേർക്കണം. അപ്പോൾ നമ്മൾ ഉപയോഗിക്കേണ്ടത് ഹി ഹാസ് എ ബൈക്ക്, ഹി ഹാസ് എ സിസ്റ്റർ എന്ന് തന്നെ ഉപയോഗിക്കാം. അപ്പോൾ കൗണ്ടബിൾ നൗണിന്റെ കൂടെ ഒരു പ്രിപ്പോസിഷൻ ഉപയോഗിക്കണം. ഈ എ എന്ന പ്രിപ്പോസിഷൻ ഉപയോഗിക്കണം എന്ന് ചുരുക്കത്തിൽ മനസ്സിലാക്കുക. Now let us see a few more examples. We have a flat in Kochi. We have a flat in Kochi. അപ്പോൾ ഇവിടെ വി വന്നപ്പോൾ നമ്മൾ ഹാവ് ആണ് യൂസ് ചെയ്തത്. പിന്നീട് ഇവിടെ കൗണ്ടബിൾ ആയതുകൊണ്ട് എ ഫ്ലാറ്റ്, ഒരു ഫ്ലാറ്റ് എന്ന അർത്ഥത്തിൽ നമ്മൾ എ ഇവിടെ യൂസ് ചെയ്തത്. കാരണം ഫ്ലാറ്റ് കൗണ്ടബിൾ നൗൺ ആണ്. കൗണ്ടബിൾ നൗൺ ആയ നമുക്ക് പറഞ്ഞു നമ്മൾ അവിടെ എ ഉപയോഗിക്കണം. അതുപോലെ തന്നെ ഐ ഹാവ് എ ഗുഡ് ലൈഫ്, ഐ ഹാവ് എ ഗുഡ് ലൈഫ്, അവിടെയും നമ്മൾ ഐ വന്നപ്പോൾ ഹാവ് ഉപയോഗിച്ചു. ഗുഡ് ലൈഫ് എന്നുള്ളത് നമുക്കറിയാം അത് സിംഗുലറായി ഉപയോഗിക്കുന്നതാണ്, അതുകൊണ്ട് അവിടെ എ ഉപയോഗിച്ചു. ഇവിടെ ഐയുടെ കൂടെ ഹാവ് ആണ് നമ്മൾ ഉപയോഗിക്കുന്നത്. അത് ലൈഫ് ഒരു കൗണ്ടബിൾ പാർട്ട് ആയതുകൊണ്ട് അത് കാരണം അവിടെ എ ഉപയോഗിച്ചു. മൈ സിസ്റ്റർ ഹാസ് എ ന്യൂ ഡ്രസ്, മൈ സിസ്റ്റർ ഹാസ് എ ന്യൂ ഡ്രസ്. ഇവിടെ മൈ സിസ്റ്റർ എന്നത് ഒരാളേ ഉള്ളൂ, സിംഗുലർ ആണ്, അതുകൊണ്ട് അവിടെ ഹാസ് ഉപയോഗിച്ചു.
അത് ഡ്രസ് എന്നുള്ളത് കൗണ്ടബിൾ ആയതുകൊണ്ട് തന്നെ എ ന്യൂ ഡ്രസ് എന്ന് നമ്മൾ പറഞ്ഞു. ഇതുപോലെ നമുക്ക് മറ്റു ഉദാഹരണങ്ങൾ വേണമെങ്കിൽ ഇതുപോലെ നോക്കാം. ദ ഡ്രസ് ഹാസ് പോക്കറ്റ്സ്. ദ ഡ്രസ് ഹാസ് പോക്കറ്റ്സ്. ഇവിടെ പോക്കറ്റ്സ് എന്നുള്ളത് പ്ലൂരലാണ്, അതുകൊണ്ടാണ് നമ്മൾ അവിടെ എ ഒഴിവാക്കിയത്. ദ ഡ്രസ് ഹാസ് പോക്കറ്റ്സ്. ഇവിടെ പോക്കറ്റ്സ് എന്നുള്ളത് പ്ലൂരലാണ്, അതുകൊണ്ടാണ് നമ്മളിവിടെ എ ഒഴിവാക്കിയത്. ഇവിടെ പോക്കറ്റ്സ് എന്നത് പ്ലൂരലാണ്, അത് മനസ്സിലായിട്ടുണ്ടാവും. അപ്പൊ അതുകൊണ്ട് അവിടെ എ ചേർക്കാൻ പറ്റില്ല. അതേസമയത്ത് ഒരു പോക്കറ്റ് ആണെങ്കിൽ ദ ഡ്രസ് ഹാസ് എ പോക്കറ്റ് എന്ന് പറഞ്ഞാൽ അവിടെ ഒരു പോക്കറ്റ് ഉള്ളൂ. അത് സിംഗുലർ ആണ്. സിംഗുലർ വന്നപ്പോൾ നമ്മൾ എ ഉപയോഗിച്ചു. അല്ലെങ്കിൽ നമുക്ക് എങ്ങനെ ഉപയോഗിക്കാൻ പറ്റുള്ളൂ? ദ ഡ്രസ് ഹാസ് പോക്കറ്റ്സ് എന്നാണ് ഉപയോഗിക്കുക. അപ്പോൾ എ ചേർക്കാൻ പാടില്ല എന്നാണ് പറയുക. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ മാത്രം 2-3 കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ ഹാസും ഹാവും ആണോ ഉപയോഗിക്കേണ്ടത്, എവിടെയാണ് ഹാസും ഹാവും ഉപയോഗിക്കേണ്ടത്, അത് കൗണ്ടബിൾ ആണോ അൺകൗണ്ടബിൾ ആണോ എന്നും ശ്രദ്ധിച്ചാൽ ഒരു തെറ്റും കൂടാതെ നമുക്ക് ഇത് ഉപയോഗിക്കാൻ സാധിക്കും. ഈ കാര്യം നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം.